അല്ല പൊതുവെ നമ്മൾ ഇങ്ങനത്തെ മുടിയുള്ള ആൾക്കാരില്ലേ ഭയങ്കര കേളി ഹെയർ ആയിട്ടുള്ള അല്ല സത്യമായിട്ടും ഉള്ളത് ഭയങ്കര പാടായിരിക്കില്ലേ നമ്മളെ ചില ആൾക്കാർ ഇങ്ങനെ ക്യാരക്ടറായിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും ഓ മെറീനയുടെ മുടി അങ്ങനെ അത് അങ്ങ് ചേരില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നേരിട്ടിട്ടുണ്ടോ? പ്രശ്നങ്ങൾ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നാടൻ അല്ലെങ്കിൽ ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള റോളുകളിലേക്ക് ആളുകൾക്ക് ചിന്തിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ മുടിയുള്ള ആളുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. തന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ താൻ ഭയങ്കര നാടൻ ക്യാരക്ടർ അല്ലേ? എബി അല്ലേ? എബി ഞാൻ ഭയങ്കര നാടൻ. അവക്ക് ഓർമ്മ വന്നില്ല. എന്റെ ഫസ്റ്റ് പടം അതല്ല. അല്ല, പക്ഷെ താനൊരു ഹീറോയിനായിട്ട് മെയിൻ സ്ട്രീമിൽ ഫസ്റ്റ് പടം അതല്ലേ? മെയിൻ സ്ട്രീം വരുന്ന പടം അതാണ്, നാടൻ ക്യാരക്ടർ. പക്ഷെ അതിൽ നാടൻ എന്ന് പറഞ്ഞാൽ നാടനിൽ ബോൾഡാണ്. ഈ എബി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഈ മുടി ഒരു കാര്യമില്ലാണ്ട് തന്നെ ബോൾഡ് ആക്കുന്നുണ്ടോ? എന്നുവെച്ചാല് ചിലവർക്ക് നമ്മള് ഒരു ബുദ്ധിയില്ലാത്തവരാണെങ്കിലും പെട്ടെന്നൊരു കണ്ണടയൊക്കെ വെച്ച് കഴിയുമ്പോ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ സെൽഫ് ട്രോൾ ആയി പോയി. സോറി. അല്ല അങ്ങനെ വരൂലേ? അതേപോലെ ചിലപ്പോ സംഭവിക്കാം. അല്ല എനിക്ക് മുടി പറഞ്ഞ പോലെ ചിലപ്പോ ഞാൻ ചിരിക്കാതൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാരൊന്നും വന്ന് സംസാരിക്കൊന്നുമില്ല. അവളുടെ ഒരു വിചാരം ആ സാധനം കിട്ടും എനിക്ക്. പക്ഷെ കേളി ഹെയർ ഉള്ള ആൾക്കാർ നാടനും പല പല ടൈപ്പ് ഓഫ് റോളുകളും ചെയ്തിട്ടുള്ളത് നമ്മുടെ സിനിമയിൽ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിത്യാമേനനും ഭയങ്കര കേളി ഹെയർ ആണ്. ഇത്രയും കേൾസ് ആയിരിക്കില്ല, ബട്ട് ലോങ് കേൾസ്. പാർവതി തിരുവോത്ത് പുള്ളിക്കാരുടേതും കേളി ഹെയർ തന്നെയാണല്ലോ. പക്ഷെ അവരൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇതുപോലെ ഡിഫറെന്റ് പരിപാടികളാണല്ലോ. മേ ബി എന്നെ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കൗണ്ടർ വരുന്നുണ്ട്.